അസ്സലാമു അലൈക്കും. നമ്മുടെ കൂടെ പഠിക്കുന്നവര്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ വീട്ടുകാര്, നമ്മുടെ അയൽവാസികൾ, ഇവരൊക്കെ നമ്മളോട് വല്ല തെറ്റും ചെയ്താൽ നമ്മൾ പുറത്തു കൊടുക്കാറുണ്ടോ? അല്ല, പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിരുന്നിടത്ത് റഹീം എന്ന പദം 70-ൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ ഗഫൂർ റഹീം, അതായത് പൊറുക്കുന്നവനും കാരുണ്യവാനുമായ അള്ളാഹു എന്നാണ് ആവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട് മാത്രമാണ് നാം എല്ലാം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്, അല്ല ഈ ഭൂമി തന്നെ ഇപ്പൊ നിലനിൽക്കുന്നത്. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ? നമ്മളോട് ഒരാളൊരു തെറ്റ് ചെയ്ത്, എടാ തെറ്റ് പറ്റിപ്പോയി, നീ എന്നോട് പൊറുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്നല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അത്തരം മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടേ? ഈ പുണ്യമാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അത്തരം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമ.